അതെ അതെ. ഓക്കെ. അതായത് ബെഡ്റൂം നമ്പർ 2 എന്ന് പറയുന്നത് ഞങ്ങൾ ഡ്രോയിങ് ഹോൾ ആക്കാനാണ് പ്ലാൻ. ഇത് ഡ്രോയിങ് ഹോൾ. ഓക്കെ. നോ നോ, ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂം നമ്പർ 2. ആ ഇത് ഡ്രോയിങ് ഹോൾ. ഓക്കെ. അപ്പൊ ലിവിങ്, അതിനുശേഷം ആ. കിച്ചൺ, ഉം. ഇതൊരു ഒരു കിച്ചൺ. ഡൈനിങ് പോലെ. കിച്ചൺ, അതെ ബെഡ്റൂം, ടോയ്ലറ്റ്, യൂട്ടിലിറ്റി, ബാൽക്കണി. ഇതിപ്പോ ഡ്രോയിങ് റൂം ആക്കാൻ പോകുന്നു അല്ലേ? അതെ. ഓക്കെ. ഇത് ഒരു പ്രീമിയം ബഡ്ജറ്റ് ആണോ അതോ ഒരു മീഡിയം ബഡ്ജറ്റിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളൊരു ആവറേജ് ബഡ്ജറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇന്റീരിയർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ഇല്ല. പിന്നെ ഞാൻ ഇതിന്റെ കണ്ടീഷൻ കൂടി പറയാം. അതായത് ഞങ്ങൾ ഓക്കെ. ഫ്ലാറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഡോർസ് എല്ലാം കംപ്ലീറ്റഡ് ആയിരിക്കും, വിൻഡോസ് ഡോർസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. പിന്നെ പുട്ടി ഇന്റീരിയർ ഫിനിഷ് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫോൾ സീലിംഗ് ചെയ്യുന്നുണ്ട്. അപ് ടു ഫോൾ സീലിംഗ് വരെ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് റിമൈനിങ് ഉള്ള കാര്യങ്ങളാണ്. ഫോൾ സീലിംഗ് നിങ്ങൾക്ക് ഡിസൈൻ ഉൾപ്പെടുത്താം, കാരണം ലൈറ്റിംഗ് നിങ്ങൾ അതിൽ പ്ലാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. ബാക്കിയുള്ള കബോർഡ് വർക്ക്, കിച്ചന്റെ, പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ ഹാൾ പാർട്ടീഷൻ എങ്ങനെയാണ്, ടി വി യൂണിറ്റ്, ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് ആക്കേണ്ടത്. ഓക്കെ, ശരി. എന്തെങ്കിലും ഇമേജസോ വീഡിയോസോ ഉണ്ടോ? അതായത് റിയൽ ഉള്ള അപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും വീഡിയോസോ ഇമേജസോ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ഞാനൊരു ചെയ്തേ. ബ്രോഷർ കൂടി ഷെയർ ചെയ്തായിരുന്നു, കിട്ടിയായിരുന്നു ടോട്ടൽ ബ്രോഷർ. നമുക്ക് ഇപ്പോ അപ്പാർട്ട്മെന്റിന് തന്നെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ല, അത് ആക്ച്വലി ഇപ്പൊ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ജസ്റ്റ് സെക്കൻഡ് ഫ്ലോർ സ്ലാബ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അത് മാത്രം അപ്പോ കംപ്ലീറ്റ്. നമ്മളുടെ ഫ്ലോർ ഇനിയും റെഡി ആയിട്ടില്ല. തേർഡ് ഫ്ലോർ സ്ലാബ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ. ഓക്കെ. നമുക്ക് ഞാനത് ബ്രൗഷർ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഈ വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കോട്ടോ. ഇതിപ്പോ നമ്മൾ ലിങ്ക് അയച്ച അതെ അതെ, വാട്സാപ്പ് ലിങ്ക് അല്ലേ? അയച്ചിരിക്കുന്ന വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കോട്ടോ. ഓക്കെ. ഓക്കെ. ലിവിങ്, ഇതിലെ സീലിംഗ് ലൈറ്റ്സ്, ഹാങ് ലൈറ്റ്സ്, സ്പോട്ട് ലൈറ്റ്സ് ഇതൊക്കെ ആഡ് ചെയ്യാലോ? നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങളത് ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കോളാം. ഓക്കെ. കിട്ടിയോ ബ്രോഷർ ഷെയർ ചെയ്തേ? ഓക്കെ, ഒരു മിനിറ്റ്. ഇല്ല. ഓക്കെ, കിട്ടി. ഇതാണ് അതിന്റെ നമുക്കിപ്പോ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ വ്യൂ, അതെ, എക്സ്റ്റീരിയർ വ്യൂ ആയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഓൾറെഡി അത് ഓക്കെ. ഓക്കെ, ടോട്ടൽ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവരുടെ കാണും. ഇത് എവിടെ പ്ലേസ് എവിടെ വരുന്നത്? ഹൈദരാബാദ്. ഹൈദരാബാദ്. ഇതില് തേർഡ് ഫ്ലോറിലുള്ള സെക്കൻഡ് ഫ്ലാറ്റ് നമ്പർ 2 ബാക്കിലാണ്. നെക്സ്റ്റ് പേജിൽ പ്ലാൻ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് പേജ്. ഓക്കെ. ഈ കിച്ചൺസ് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? കബോർഡ്സ് ഒക്കെ അല്ലേ ഉദ്ദേശിക്കുന്നത് കിച്ചണിലെ? അതെ, കബോർഡാണ്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ ഡയറക്ഷൻ കിട്ടിയായിരുന്നു, വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻ കിട്ടിയോ? ഈ പ്ലാനിൽ തന്നെ റൈറ്റ് സൈഡിൽ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന അടുപ്പിന്റെ പൊസിഷൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ടുവേർഡ്സ് വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, ശരി. ഇതിൽ നമുക്ക് പിന്നെ ഫർണിച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യാലോ? എല്ലാ ഫർണിച്ചേഴ്സും ആഡ് ചെയ്യാലോ? ഫർണിച്ചർ ഇന്റീരിയർ കംപ്ലീറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ. ഒരു ഈ ലേഔട്ടിൽ ഒരു ചേഞ്ച് ഉള്ളത് എന്താന്ന് വെച്ചാൽ, കിച്ചന്റെ ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഇടനാഴിയിലൂടെ റൈറ്റിലോട്ടാണ്. ഞാനത് മിഡിലോട്ട്, ഈ ലിവിംഗ് ഹാളിന്റെ മിഡിലോട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സ്ലാബ്, നമ്മുടെ അടുപ്പ് വെച്ചിരിക്കുന്ന സ്ലാബ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡിംഗ് ഡോർ ആക്കിയിട്ട് മിഡിൽ എൻട്രൻസ്, കാരണം ഞങ്ങൾക്ക് ഡൈനിങ്ങിലോട്ടുള്ള ആക്സസ് ഈസി ആക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ടല്ലേ? അപ്പൊ അത് നിങ്ങൾ ഡോറ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എൻട്രൻസ് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഞാനത് അപ്പൊ അങ്ങനെയാണ് കിച്ചണിന്റെ ഇത് ചേഞ്ചസ്, വേണ്ടല്ലേ? അതെ. പിന്നെ ചേഞ്ചസ്, ഒന്ന് രണ്ട് ചേഞ്ചസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ആയിരിക്കും. അതുപോലെ ബെഡ്റൂം നമ്പർ 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടല്ലോ, അതിലുള്ള ക്ലോസറ്റിന്റെ ഓറിയന്റേഷൻ ഞങ്ങൾ മാറ്റിയിട്ട് ഡോറിന്റെ ഓപ്പണിങ് ടുവേർഡ്സ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അവിടെ വാഷ് ബേസിൻ, അത് കഴിഞ്ഞിട്ട് ക്ലോസറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്തിങ് ഏരിയ, അത് സെപ്പറേറ്റ് ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം ഉദ്ദേശിച്ചു. ഈ ബെഡ്റൂം നമ്പർ 3 പറയുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ലത്. നിങ്ങൾ വേറെ വല്ല ഞാൻ ചേഞ്ചസ് ഉണ്ടോ?
എങ്ങനെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ആ ചേഞ്ചസിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് അത് ഫോർവേഡ് ചെയ്താം. ഓക്കെ, അതൊന്ന് ഫോർവേഡ് ചെയ്തേനെ. നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ആവറേജ് ബഡ്ജറ്റിൽ നമുക്ക് ഫർണിച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ അതെ. ചേഞ്ചസ് മാത്രമേ നമുക്ക് ഇതുള്ളൂ. ഒരു ആ ആവറേജ് ബഡ്ജറ്റിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ഫർണിച്ചർ എല്ലാം ആഡ് ചെയ്യാം അല്ലേ? ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് കബോർഡും ഞങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞ ഒരു ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് അത് ഞങ്ങൾ കമ്പൈൻഡ് ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിൽ ഉള്ള ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ. ഒരു ഡോക്യുമെന്റ് ഹായ്, ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്. ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് ഓഫീസ് റൂം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓഫീസ് റൂം കം ബെഡ്റൂം അങ്ങനെ. റൂം കം ബെഡ്റൂം. ബെഡ്റൂം ഇൻ ഒരു ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ബെഡ് അങ്ങനെ ഫ്യൂച്ചറിൽ വരുന്ന പോലെ. ഞങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ആ റൂമിൽ ഒരു 2 ടേബിൾ വർക്കിംഗ് വേണം. 2 വർക്കിംഗ് ടേബിൾ ഉണ്ടാവും, ഒരു മിനി ലൈബ്രറി പോലെ, പിന്നെ അത്യാവശ്യം പ്രെയർ റൂമായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരി ഒരു അവിടെ ഒരു ബെഡും വേണം. മുസ്ലിംസ്. ബെഡ് വേണ്ട അമ്പ്ര. ബെഡ് നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ കാണിക്കണ്ട. ഓക്കെ. ഞാനൊരു ഡോക്യുമെന്റ് കൂടെ അയച്ചായിരുന്നു, കിട്ടിയായിരുന്നു. നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണല്ലേ? അപ്പൊ ഇതില് ഒന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മള് പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഓക്കെ, കിച്ചണിന്റെ അവിടെ നിന്നുള്ള ആക്സസ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ടുവേർഡ്സ് ഹാളിൽ നിന്ന് സ്ലൈഡിംഗ് ഡോർ ആക്സസ് പറഞ്ഞു. ജസ്റ്റ് സ്ലാബ് കഴിഞ്ഞ ഉടനെ ഒരു ഓപ്പണിംഗ് വരുന്നത്. പിന്നെ പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ചാംഫർ ഞാൻ നിങ്ങളുടെ ടി വി യൂണിറ്റ് എങ്ങനെ മോഡൽ ചെയ്യുന്നു അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുള്ളൂ. അതായത് ഈ ടി വി യൂണിറ്റ് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് ബെഡ്റൂം നമ്പർ 1 പോകാനുള്ള വഴി ഒരുപാട് കൺജസ്റ്റഡ് ആവണമെങ്കിൽ മാത്രം ഞാൻ അവിടെ ഒരു ചാംഫർ, ഒരു ചുമര് കെട്ടുന്നത് ഒരു കോർണർ ഒന്ന് ചാംഫർ ആക്കിയിട്ട് കെട്ടാൻ പറഞ്ഞു. അത് നിങ്ങളുടെ ഡിസൈൻ എങ്ങനെ വരുന്നോ അതുപോലെ ചെയ്യാം. എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ ടി വി യൂണിറ്റ് കഴിഞ്ഞിട്ട് എത്ര ഗ്യാപ്പ് ആക്സസ് ഉണ്ട് എന്നുള്ളത് അറിയണം, അതിനനുസരിച്ച് ഞാൻ ഡിസൈഡ് ചെയ്യാം. പിന്നെ പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് നെക്സ്റ്റ് പേജ് വരാമോ? ഇതിലെന്താന്ന് വെച്ചാൽ ഒരു വാഷ് ബേസിന്, അത് ജനറലാണ്, കുഴപ്പമില്ല. ഞാൻ ഈ ബെഡ്റൂം നമ്പർ 2 ഡോർ വന്നിട്ട് ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിന്റെ അതേ ലൈനിൽ വരാതെ കുറച്ച് ഓഫ്സെറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൈവസിക്ക് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഇതാണ്, ഞാൻ അടുത്ത പേജിൽ വരുന്നതാണ് ബാത്റൂമിന്റെ ലേഔട്ട് ഉദ്ദേശിക്കുന്നത്. ഷവർ റൂം, ക്ലോസറ്റ്, വാഷ് ബേസിൻ. ആ വാഷ് ബേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എൻട്രൻസ്. ഇപ്പൊ കറന്റ് എൻട്രൻസ് ഒന്നും മിഡിലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഇത് ഓപ്ഷനിലാണ്, അത് കൺഫേം ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് കാണിക്കാം, കുഴപ്പമില്ല. 2 വിൻഡോസ് കാണിക്കാം ബെഡ്റൂം നമ്പർ 1. ഓക്കെ, ഇത്രയും വെച്ച് നമുക്ക് സ്ട്രക്ചർ ആഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചർ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഗൂഗിൾ മീറ്റിംഗ് കൂടെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതില് ഇന്റീരിയർ ഫുൾ സ്ട്രക്ചറും കാണാൻ പറ്റും. അതിലെ ഫർണിച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ എന്തെങ്കിലും അതിൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഒരു ജനറൽ എക്സ്പെക്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എന്താന്ന് വെച്ചാല് പ്ലാനിൽ കാണുന്ന പോലെ നമ്പർ 2 എന്ന് കാണുന്നതിന്റെ അവിടെ മെയിൻ ഡോർ വരുന്നത്. വന്ന ഉടനെ ലെഫ്റ്റ് സൈഡിൽ ടി വി യൂണിറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സോഫ സെറ്റ്, പാർട്ടീഷൻ വരുന്നു. പാർട്ടീഷൻ വന്നിട്ട് കിച്ചണിന്റെ നേരെ ചുമര് നേരെയാണ് വരിക. ആക്സസ് ആ സൈഡിലൂടെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഡൈനിങ് വരുന്നു, അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ടാവും. ഈ ഡൈനിങ് നമുക്ക് ഡൈനിങ് റൂമില് ഡൈനിങ് ടേബിൾ നമ്മൾ 6 ചെയറിന്റെ ചെറിയ സ്മോൾ ഡൈനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ടേബിള് നമുക്ക് അയണിങ്ങിനും മറ്റൊക്കെ ആയിട്ട് ഒരു ടേബിളും ഒരു കുറച്ചുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ആക്സസ് പോലെ ഇരുന്ന് സംസാരിക്കാനോ ആ ഒരു രീതിയിലുള്ള ഒരു പ്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചുമരിൽ നമുക്കൊരു ഫോൾഡബിൾ അയൺ ടേബിൾ വേണം.
പിന്നെ അടുത്ത സൈഡിൽ ഒരു ചെറിയ മിനി ബെഞ്ച് പോലെ വരുന്ന മാതിരി കബോർഡ് വർക്ക് ചെയ്യുന്ന ആ പ്ലാന്. ഓക്കെ. ബാൽക്കണി ആ സെക്ഷൻ അവിടെയുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ബെഡ്റൂം നമ്പർ 3 ആണ്. അപ്പൊ ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ ഞങ്ങൾ അതിലാണ് ചെയ്യുക. അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് വേണ്ടത് ഒരു കബോർഡ് വേണം. കബോർഡ് വർക്ക് എന്ന് പറയുന്നത് വിത്ത് ഡ്രസ്സിംഗ് കം നമ്മുടെ ഓർണമെന്റ്സ് അങ്ങനെയുള്ള സേഫ്റ്റി ഐറ്റംസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ്. പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ വേണം. പിന്നെ ബാത്റൂമിന്റെ ഡോർ ഞാൻ മിഡിൽ നിന്ന് ഓൾറെഡി റൈറ്റിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോരാതെ പറ്റുമെങ്കിൽ ഒരു പ്രയർ, നമുക്ക് നമസ്കരിക്കുന്ന മുസ്ലിം പ്രയർ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു പ്രൊവിഷൻ അത് നിങ്ങൾ മുന്നേ ചെയ്ത വർക്കിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഈ റൂമിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടി വി യൂണിറ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഈ കോർണറിലോട്ട് ഒരു ചാമ്പർ കൊടുക്കാം. ബാലൻസ് കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്യാം. അതിൽ ഫ്രിഡ്ജിന്റെ പൊസിഷൻ മറ്റും കാണിക്കാം. ഈ മിഡിലിൽ സ്പേസ് ഉണ്ട് എന്നാണെങ്കിൽ ഒരു മിനി ടേബിൾ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്ന് ചില സമയത്ത് ഈ കട്ടിങ്ങിനും മറ്റൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്പേസിനനുസരിച്ച് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ ബെഡ്റൂം നമ്പർ 1 എന്ന് പറയുന്നത് കിഡ്സ് ബെഡ്റൂമാണ്. അപ്പൊ അതില് ഒരു ബങ്ക് ബെഡ്, ഒരു സിംഗിൾ നോർമൽ ബെഡ് രണ്ട് സൈഡിലും, അതിന്റെ മിഡിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ അങ്ങനെ സെറ്റപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബെഡ്റൂം നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഓഫീസ് രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ്. അപ്പോൾ ഒരു 2 കമ്പ്യൂട്ടർ വെച്ച് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് 2 കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പോലെയും, അതിന്റെ ഇടയിലൊരു ലൈബ്രറി പോലെ നമുക്ക് ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഷെൽഫ്, ഒരു റീഡിംഗ് റൂം അങ്ങനെ ഒരു പ്രയർ റീഡിംഗ് ഡ്രോയിങ് റൂം എല്ലാം കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഓക്കെ, കൃത്യമായി. അപ്പൊ ഇത് വെച്ച് നമുക്കൊരു സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ, ഒരു മീറ്റിംഗ് ബോർഡ് എടുത്തൊരു മീറ്റിംഗ്. അതിന്റെ മീറ്റിംഗിന്റെ ടൈം അപ്ഡേറ്റ് ചെയ്യാം. ഇൻ കേസ് ഞാൻ വർക്കിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ടൈമിംഗ് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കേണ്ടി വരും. ഓക്കെ. നിങ്ങളുടെ റെഗുലർ ടൈമിംഗ് എങ്ങനെയാണ്? 9:30 to 5:30 ആണ്. ഓക്കെ, മേ ബി ഏർലി മോർണിംഗ് പ്ലാൻ ചെയ്തിട്ട് 9:30 to 10:30. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈം അപ്ഡേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതിൽ ഈ പ്രയർ റൂമിന്റെ പ്രൊവിഷൻ എനിക്ക് എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ കാണിച്ചു. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തു തരാം. അതായത് ബോത്ത് ബെഡ്റൂം നമ്പർ 3 മാസ്റ്റർ ബെഡ്റൂമിലും ഈ ഡ്രോയിങ് റൂമിലും. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്ര? ഇല്ല, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.